രൂപ തരുന്നതിന്റെ കണക്കാണോ നീ പറയുന്നേ? ആ 2000 രൂപ ഞാൻ എങ്ങനെ തരണേന്ന് നമുക്കറിയോ? മറന്നിട്ടുണ്ടാവൂലേ? ഈ വീടിന്റെ ലോൺ എമൗണ്ട് എത്രയാണെന്നറിയോ? 12,000 രൂപ ഞാൻ മാസം അടച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. അത് കൊണ്ടവരെ പുറകെ നടക്കരുത്. നിന്റെ അനിയത്തെ കണ്ടുപടി, അവൾ എന്ത് സ്മാർട്ടാ. നീ എന്തിനാ ചേച്ചിയും ചൂടാവുന്നേ? അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം പറയുന്നത്? എല്ലാം നല്ലതിനാ. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ബാംഗ്ലൂർ പോയി പഠിക്കാൻ പറ്റി, പാട്ടിനും ഡാൻസിനൊക്കെ നടക്കാൻ പറ്റി, ICSE സിലബസ് പഠിക്കാൻ പറ്റി. ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നീ കല്യാണം കഴിക്കാനും പോവാ. ഇതൊക്കെ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് നിനക്ക് ഉണ്ടാക്കി തന്ന കാര്യങ്ങളാ. അപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു സാക്രിഫൈസ് ചെയ്യാൻ. ചേച്ചി ഇന്ന് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒരു 10,000 രൂപ ഉണ്ടാവും വായിക്കാൻ. നിനക്ക് അമ്മ തന്നില്ലേ? അമ്മ തന്നു, പക്ഷെ അതൊരു ഹോസ്പിറ്റൽ കേസിന് ചെലവായി. എന്ത് ഹോസ്പിറ്റൽ കേസ്? അല്ല ചേച്ചി, ഞാൻ പനിയായിട്ട് 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അതാ. നീ എന്നിട്ട് എന്റെ വീട്ടിൽ പറയാ ഞാൻ? അല്ല, അമ്മ എങ്ങാനും ടെൻഷൻ അടിച്ചാലോ എന്ന് വിചാരിച്ചു. എന്നിട്ടിപ്പോ നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ചേച്ചിയുടെ ഉണ്ടാവുമോ? ആടി, ഞാനൊരു 1 hour അയക്കാം. ഓക്കെ. എടാ മക്കളെ, പാർട്ടിക്കുക ഇന്ന് ട്രീറ്റ് ഫുൾ എൻജോയ് ആക്കാം. ദൂരത്തൊക്കെ കഴിഞ്ഞ് വന്നല്ല. ഡി ലാബിൽ നിന്റെ റിസൾട്ട് വാങ്ങിയോ? ആ, വാങ്ങിയിട്ടുണ്ട്. അല്ല, നിന്റെ മാല എവിടെ? നീ അതും കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞോ? ഇല്ല അമ്മ, അത് പൊട്ടിപ്പോയതാ. നീ പൊട്ടിക്കും. അല്ലേലും പണ്ടോട്ടെ സാധനങ്ങൾ നശിപ്പിക്കാനുണ്ട് അവള. എന്നിട്ട് ഒരു കൂസലില്ലാതെ വന്നേക്കുന്നു. ഇത് പിന്നെ തമ്പരാട്ടിന്റെ കാശിന് വാങ്ങിച്ചോണ്ടായിരിക്കും അല്ലേ? നമുക്കൊന്നും ചോദിക്കാൻ അവകാശമില്ലല്ലോ. എന്താ കാട്ട്? ഞാനൊന്നും പറയാനില്ല. കൊണ്ടാണോക്ക് തുകനാട്ടില്ലടി. നീ നശിപ്പിക്കാൻ ഓരോരുത്തങ്ങൾ ഉണ്ടായിക്കോളും. എടി ചേച്ചി, എനിക്ക് വണ്ടി തരുമോ? ആടി, കീ എന്റെ റൂമിലിരിക്കുന്നുണ്ട്, പോയെടുത്തു. ഇപ്പല്ല, എനിക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാനാ. ഞാൻ ഈ ബസ്സിലൊക്കെ തൂങ്ങി പിടിച്ച് കോളേജ് എത്തുമ്പോഴത്തേനും ആകെ ടയേർഡാവും. നിനക്കാണ് പിന്നെ ബസ്സിൽ പോവാലോ, നിനക്ക് ശീലമുണ്ട്. ശരിയാ ശരി. ബാംഗ്ലൂർ ആകുമ്പോൾ കൊണ്ടൊക്കെ നീ നമ്മൾ കാരണം ഇവിടെ ആരും പഠിപ്പ് മുടങ്ങണ്ടേ. താങ്ക് യു. ദാ ചായ കുടി. അതെ, സുലൈഖ പുതിയ കാറ് വാങ്ങി. നമുക്ക് പുതിയ കാറ് വാങ്ങിയാലോ? അമ്മ, ഞാനിപ്പോൾ തന്നെ വീടിൻ്റെ ലോണും പിന്നെ വണ്ടിയുടെ EMI ഒക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. കാറും കൂടി എനിക്ക് താങ്ങും തോന്നുന്നില്ല. എടി, ഇവളുടെ പഠിപ്പ് ഇപ്പോൾ 6 മാസം കൊണ്ട് കഴിയില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ആ ചെലവില്ല. പിന്നെ ഇവക്കൊരു ജോലി കിട്ടി ഇവളെന്തെങ്കിലും സഹായിക്കത്തില്ലേ? പിന്നെ എൻ്റെ പെൻഷൻ ഉണ്ട്, അത്യാവശ്യ സേവിങ്സ് ഒക്കെ നമുക്കും ഉണ്ടല്ലോ. നീ ആ EMI മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഒരു കാറില്ലാത്ത ഏത് വീടാണല്ലോ ഇപ്പോൾ. അതന്നെ. ഇപ്പൊ നോക്ക്, ഞാനും കൂടി വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ 3 പേരും ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കാർ തന്നെ വേണം. ഒന്ന് മേടിച്ചു കൊടുക്കുക ചേച്ചി, നമ്മുടെ ആഗ്രഹമല്ലേ. ശരി, വാങ്ങാം. മോള് ചായ കുടി.